Hello my dears, today we are starting new chapter 7, coordinate geometry. Okay, in the last year we have discussed this same chapter, coordinate geometry. Okay, നമ്മൾ കഴിഞ്ഞ വർഷം coordinate geometry പഠിച്ചിരുന്നു. അതിനകത്ത് പഠിച്ച കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വേണം, കാരണം നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് അതിനകത്ത് ഡെഫിനേഷൻസും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഓക്കെ, കോഓർഡിനേറ്റ് ജോമെട്രി എന്താ നമുക്ക് നോക്കാം. കോഓർഡിനേറ്റ് ജോമെട്രിയുടെ ഫസ്റ്റ് കോഓർഡിനേറ്റ് ആക്സസ്. എന്താണ് കോഓർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കറക്റ്റ് പോയിന്റ് നമുക്ക് അറിയണമെങ്കിൽ, മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഉണ്ടാകും, അല്ലെ? To locate the position of a point on a plane, അതായത് ഒരു പ്ലെയിനില് ഒരു പോയിന്റിന്റെ പൊസിഷൻ, അത് ഏത് പൊസിഷൻ എവിടെയാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ we require a pair of mutually perpendicular lines. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ഉണ്ട്, which are known as coordinate axes. ആ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഓർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, to locate the position of a point on a plane, we require a pair of mutually perpendicular lines which are known as coordinate axes. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു പ്ലെയിനില് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ അറിയണമെങ്കിൽ നമ്മളിവിടെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ, ദിസ് ഈസ് വെർട്ടിക്കൽ ലൈൻ. അപ്പൊ നമുക്ക് രണ്ട് പെർപെൻഡിക്കുലർ നോക്കിയാൽ, രണ്ടും പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണ് വരുന്നത്, അല്ലെ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ആണ്. ഈ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഓർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നത്. കോഓർഡിനേറ്റ് ആക്സസ്, ഈ വെർട്ടിക്കൽ ലൈനെയും ഹൊറിസോണ്ടൽ ലൈനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കോഓർഡിനേറ്റ് ആക്സസ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, the horizontal line is called x-axis, the vertical line is called y-axis. നമുക്കറിയാം, ഈ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് x-axis ആണ്. വെർട്ടിക്കൽ ആയിട്ട് പോകുന്ന ലൈൻ y-axis ആണ്. x-axis, y-axis. Okay, then the intersection point of the coordinate axis is called origin. അതായത് ഈ രണ്ട് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെ? ഇവിടെ നോക്കി, ഇതാണ് ഈ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇന്റർസെക്ഷൻ ഓഫ് ദ പോയിന്റ് ഓഫ് ദ കോർഡിനേറ്റ് ആക്സിസ്. അതായത് ഈ രണ്ട് ആക്സിസ്, നമുക്കറിയാം കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലൈനുമാണ് കോർഡിനേറ്റ് ആക്സിസ്. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒറിജിൻ എപ്പോഴും 0, 0 ആയിരിക്കും. അതായത് എക്സും 0 ആണ്, വൈയും 0 ആണ്. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ കോർഡിനേറ്റ് ആക്സിസ്, ഈ രണ്ട് ആക്സിസ്, ഈ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. ഈ ഒറിജിൻ എപ്പോഴും 0, 0 ആയിരിക്കും. ക്ലിയർ? ദെൻ x-axis is named as x, x dash and y-axis is y, y dash. അതായത് x-axis, ഇതാണ് നമ്മുടെ x-axis എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് x എന്നും ലെഫ്റ്റ് സൈഡിൽ, അതായത് ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ലെഫ്റ്റിലേക്കുള്ളത് x ഡാഷുമാണ്. ഇത് നമ്മൾ വിളിക്കുന്ന x, x dash എന്നാണ്. y-axisനെ നമ്മൾ വിളിക്കുന്ന y, y dash എന്നാണ്. അതായത് ഒറിജിന്റെ റൈറ്റ് സൈഡിലേക്കുള്ളത് x, ലെഫ്റ്റിലേക്കുള്ളത് y, ഒറിജിന്റെ മുകളിലേക്കുള്ളത് y, താഴത്തേക്കുള്ളത് y ഡാഷ്. അപ്പൊ ഇത് x, x ഡാഷ്, y, y ഡാഷ്. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് അടയാളപ്പെടുത്തണം. x, x ഡാഷ്, y, y ഡാഷ്, ഒറിജിൻ, ഇത്രയും ഇതൊക്കെ നമ്മൾ ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യേണ്ടതാണ്. അപ്പം റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് x, ലെഫ്റ്റിലാണെങ്കിൽ y, x ഡാഷ്, മുകളിൽ y, താഴത്തേക്ക് y ഡാഷ്. ഓക്കെ, ദെൻ എക്സ് കോർഡിനേറ്റ് ഓർ അബ്സിസ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഈ എക്സ് കോർഡിനേറ്റ്സിനെ, എക്സ് ആക്സിസിലെ പോയിന്റ്സിനെ നമ്മൾ വിളിക്കും അബ്സിസ എന്ന പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെ? അബ്സിസ, എക്സ് കോർഡിനേറ്റ് ഓർ അബ്സിസ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അബ്സിസ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താന്ന് ഓർത്തിരിക്കരുത്. അബ്സിസ എന്ന് പറഞ്ഞാൽ എക്സ്
കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റിന്റെ മറ്റൊരു പേരാണ് അബ്സിസ എന്ന് പറയുന്നത്. The distance of a point from the y-axis is called x-coordinate or abscissa. അതായത് y-axis നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്. y-axis നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി y കോർഡിനേറ്റ് ഓർ ഓർഡിനേറ്റ്, നമ്മൾ y കോർഡിനേറ്റിനെ നമ്മൾ ഓർഡിനേറ്റ് എന്ന പേരിലും അറിയപ്പെടും അല്ലെ. The distance of a point from the x-axis is called y-coordinate or ordinate. അതായത് x-axis നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y-coordinate എന്ന് പറയുന്നത്. y-axis നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x-coordinate എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ x-ആക്സിസിലാണ് പോയിന്റ് കിടക്കുന്നതെങ്കിൽ, നമ്മളോട് പറയുന്ന പോയിന്റ് നമ്മൾ x-ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ y 0 ആയിരിക്കും. y-ആക്സിസിലാണ് നമ്മളുടെ പോയിന്റ് വരുന്നതെങ്കിൽ അവിടെ x 0 ആയിരിക്കും. ഇപ്പൊ നമ്മളോട് പറയുകയാണ് 6 0 പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x-ആക്സിസിലാണ് 6 വരുന്നത് അല്ലെ. നമ്മൾ എപ്പോഴും xy ആണ് എടുക്കുന്നത്, അല്ലാണ്ട് yx അല്ല. ആദ്യം എടുക്കുന്ന പോയിന്റ് എക്സും സെക്കൻഡ് കിടക്കുന്നത് y കോർഡിനേറ്റും ആണ്. എക്സ് കോർഡിനേറ്റ് y കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ x എന്ന് പറയുന്നത് 6 ആണ്. ഇപ്പൊ 6 എന്ന് പറയുന്നത് ഇതാണെങ്കിൽ നമ്മളിവിടെ 6 അടയാളപ്പെടുത്തി. 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ y 0 ആണ്. അപ്പൊ y 0 ആകുമ്പോൾ ആ ഒരു പോയിന്റ് വരുന്നത് എക്സ് ആക്സിസിൽ മാത്രമാണ് ആ പോയിന്റ് വരുന്നത്, കാരണം ഇവിടെ y 0 ആണ്. ഓക്കെ, അപ്പം എക്സ് ആക്സിസിലാണ് നമ്മളുടെ പോയിന്റ് വരുന്നതെങ്കിൽ ഓർക്കാം y എന്ന് പറയുന്ന y കോർഡിനേറ്റ് അവിടെ 0 ആണ്. y ആക്സിസിലാണ് നമ്മുടെ പോയിന്റ് വരുന്നതെങ്കിൽ അവിടെ x 0 ആണ്. ഓക്കെ, ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഒന്നും കൂടെ ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ലൈൻ എന്താണ്, വെർട്ടിക്കൽ ലൈൻ എന്താണ്, ഒറിജിൻ എന്താണ്, അബ്സിസ, ഓർഡിനേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എക്സും എക്സ് ഡാഷും ഒക്കെ പറഞ്ഞു അല്ലെ. ഇനി നോക്കിയേ, എക്സ് ആക്സിസ് പോസസ് പോസിറ്റീവ് വാല്യൂസ് ഓൺ ദ റൈറ്റ് സൈഡ്. അതായത് ഈ എക്സ് ആക്സിസില് പോസിറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഒറിജിന്റെ റൈറ്റ് സൈഡിലാണ്. ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഒറിജിൻ, ഈ ഒറിജിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. ഒറിജിന്റെ ലെഫ്റ്റിലേക്ക് വരുന്നത് നെഗറ്റീവ് വാല്യൂസ് ആണ്. ഓക്കെ, ഒറിജിന്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവും ഒറിജിന്റെ ലെഫ്റ്റിലേക്ക് നെഗറ്റീവ്. ദാറ്റ് ഈസ് 1 2 3 4 എന്ന് പറഞ്ഞു പോകുന്നു. ഒറിജിന്റെ ലെഫ്റ്റിലേക്കാണെങ്കിൽ -1 -2 -3 ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി y ആക്സിസ് പോസിറ്റീവ് വാല്യൂസ് എബവ് ദ ഒറിജിൻ. y ആക്സിസിലാണെങ്കിൽ ഈ ഒറിജിന്റെ മുകളിലേക്ക് എബവ് ദ ഒറിജിൻ പോസിറ്റീവ് വാല്യൂസ് ആണ് 1 2 3 എന്ന് പറയുന്നു. ബിലോ ദ ഒറിജിൻ എന്ന് പറയുന്നത് -1 -2, അതായത് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഒറിജിന്റെ എക്സ് ആക്സിസിൽ ഒറിജിന്റെ റൈറ്റ് സൈഡ് പോസിറ്റീവും ഒറിജിന്റെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവും ആണ്. ഇനി y ആക്സിസിലാണെങ്കിൽ ഒറിജിന്റെ എബവ് ദ ഒറിജിൻ ഈസ് പോസിറ്റീവ്, ബിലോ ദ ഒറിജിൻ ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. And these values x and y coordinates help us to find the location of any point on the plane surface. അതായത് ഈ x കോർഡിനേറ്റും x വാല്യൂസും y വാല്യൂസും x കോർഡിനേറ്റും y കോർഡിനേറ്റും നമുക്ക് ഈ പ്ലെയിനിൽ ഒരു പോയിന്റിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരും. അതായത് നമ്മളോട് ഇപ്പൊ ചോദിക്കുകയാണ് -3 എന്ന് പറയുന്ന ഈ പോയിന്റ്, ഇതിന്റെ ഈ കോർഡിനേറ്റ്സിന്റെ പൊസിഷൻ എവിടെയാണ്, ഈ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുക്കുന്നത് XY എന്നാണ്. ആദ്യം കിടക്കുന്നത് x കോർഡിനേറ്റ്, രണ്ടാമത് കിടക്കുന്ന y കോർഡിനേറ്റ് ആണ്. ഇവിടെ x എന്ന് പറയുന്നത് -3. നോക്കിയേ, ഇതാണ് നമ്മുടെ -3 വരുന്നത് അല്ലെ. എക്സ് ആക്സിസിൽ നെഗറ്റീവ് വാല്യൂസ് ഒറിജിന്റെ ലെഫ്റ്റിലാണ്, ഇതാണ് -3. y ആക്സിസിൽ 3 ഇതാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നേരെയുള്ള പോയിന്റ്, ഇതിന്റെ നേരെ ഇതാണ് 3 എന്ന് പറയും, -3 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു കോർഡിനേറ്റ്സ് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് ഈ കോർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് -3 എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിൽ നമ്മൾ -3 എടുക്കുന്നു,
വൈയിൽ നിന്ന് നമ്മൾ 3യും എടുക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ -3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും, അതായത് ഒരു പോയിന്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ കോർഡിനേറ്റ് ആക്സിസ് ആണ് സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ക്വാഡ്രന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ക്വാഡ്രന്റ് അതായത് നമ്മളിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് 4 പാർട്ട് കാണാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ലെ. ഈ 4 പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഡ്രോ ഇൻ എ പ്ലെയിൻ സർഫസ്. It divides the plane surface into 4 equal parts. These parts are called quadrant. അതായത് ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഓരോ പ്ലെയിന് നാലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നു അല്ലെ. ഇതിനകത്ത് ഓരോ പാർട്ടും നമ്മൾ വിളിക്കുന്ന പേര് ക്വാഡ്രന്റ് എന്നാണ്. ക്വാഡ്രന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ഒരു ഓർഡറിൽ വേണം പറയാൻ, അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് നിങ്ങൾ അത് ഫോർത്ത് ആണെന്ന് പറഞ്ഞ് എഴുതരുത്. ഇങ്ങനെയാണ് വരുന്നത്: ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇനി ഈ ക്വാഡ്രന്റ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ക്വാഡ്രന്റിൽ വരുന്ന കോർഡിനേറ്റ് ആക്സിസിലെ കോർഡിനേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ഇവിടെ എക്സും വൈയും പോസിറ്റീവ് ആണ് അല്ലെ. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്നത് എപ്പോഴും 2 പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അത് എപ്പോഴും കിടക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അതായത് നമ്മൾ കോർഡിനേറ്റ് പോയിന്റ്സ് അടയാളപ്പെടുത്തുമ്പോൾ എക്സ് ആണ് ആദ്യം എടുക്കുന്നത്. എക്സും പോസിറ്റീവ്, വൈയും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് ക്വാഡ്രന്റിലായിരിക്കും? യെസ്, ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അപ്പൊ പ്ലസ് 2 പോസിറ്റീവ് നമ്പേഴ്സ് തന്നാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും, നെഗറ്റീവും പോസിറ്റീവും ആണ് വരുന്നതെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിന് നെഗറ്റീവും പോസിറ്റീവും. നമ്മളിപ്പോ എടുത്ത എക്സാമ്പിൾ നോക്കിയാൽ -3യും 3യും ആണ് അല്ലെ. ഒരെണ്ണം നെഗറ്റീവ്, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് ഏത് ക്വാഡ്രന്റിലാണ് നമുക്ക് കിട്ടിയത്? പോയിന്റ് പ്ലോട്ട് ചെയ്തപ്പം സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിട്ടിയത് അല്ലെ. അപ്പം നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും വരിക. ഇനി തേർഡ് ക്വാഡ്രന്റ് നോക്കിക്കേ, 2 നെഗറ്റീവ്, എക്സും വൈയും നെഗറ്റീവ് ആണെങ്കിൽ അത് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. 2 നെഗറ്റീവ് ആണെങ്കിൽ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആണെങ്കിൽ അത് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലായിരിക്കും വരിക. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് നിങ്ങൾക്ക് നോക്കി, ഇവിടെ എക്സ് ആക്സിസ് ആണ് നമ്മൾ എപ്പോഴും ആദ്യം എടുക്കുന്നത് അല്ലെ. ഇവിടെ എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അത് ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും വരിക. ക്ലിയർ ആയ ക്വാഡ്രന്റിനെ പറ്റി? അപ്പൊ നമുക്ക് 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിന് 2 പോസിറ്റീവ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ്, എക്സും വൈയും നെഗറ്റീവ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റ്, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആണെങ്കിൽ അത് ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും വരിക. നമ്മളോട് ഇപ്പം ചിലപ്പോൾ ചോദിക്കാം, വേഗം MCQ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇങ്ങനെ ചോദിക്കാം: -6 -3 which lie in which quadrant? ഈ പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ്? അപ്പൊ നിങ്ങൾ നോക്കും, രണ്ടും നെഗറ്റീവ് ആണ്, എക്സും വൈയും നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും തേർഡ് ക്വാഡ്രന്റിലാണ് വരിക അല്ലെ. അപ്പൊ തേർഡ് ക്വാഡ്രന്റിലാണ് ഇവ കിടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കും 0, 7 ഏത് ക്വാഡ്രന്റ് ആണെന്ന് നിങ്ങളെടുത്ത് ചോദിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ 0 എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാണ് വരുന്നത്? ഇതിൽ ഇന്റർസെക്ട് ചെയ്തിരുന്ന പോയിന്റ് ആണ് 0 എന്ന് പറയുന്നത്. 7 എന്ന് പറയുന്നത് വൈ ആക്സിസിലുമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും, ഇത് ക്വാഡ്രന്റ് അല്ല, ഇത് x0 വന്നു, വൈ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇത് കിടക്കുന്നത് വൈ ആക്സിസിലായിരിക്കും കിടക്കുന്നത്. ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കും ഏത് ക്വാഡ്രന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഓപ്ഷൻസിൽ വൈ ആക്സിസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? വൈ ആക്സിസ് ആണ്. ഇവിടെ x0 ആണെങ്കിൽ അത് വൈ ആക്സിസിലായിരിക്കും വരിക, അത് ക്വാഡ്രന്റില് കിടക്കില്ല, അത് ക്വാഡ്രന്റിൽ വരില്ല, അത് ആക്സിസിലായിരിക്കും വരിക. നിങ്ങളോട് ചോദിക്കുകയാണ് 6, 0
6 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആണ്? ഇതും ക്വാഡ്രന്റ് അല്ല, ഇവിടെ y 0 ആണ്. അതുകൊണ്ട് ഇത് വരുന്നത് എക്സ് ആക്സിസിലായിരിക്കും ഈ ഒരു പോയിന്റ് വരിക. ഈ കാര്യം കൂടെ ഓർത്തിരുന്നോണം. ഓക്കെ, അതായത് എക്സ് 0 ആണെങ്കിൽ y ആക്സിസിൽ വരും, y 0 ആണെങ്കിൽ എക്സ് ആക്സിസിലുമാണ് നമ്മൾ ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കാർട്ടീഷ്യൻ കോഓർഡിനേറ്റ് സിസ്റ്റം. Cartesian coordinate system. The coordinate and coordinate axis are called coordinate system or Cartesian coordinate system. അതായത് കോർഡിനേറ്റും കോർഡിനേറ്റ് ആക്സിസും, നമുക്കറിയാം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, അതാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ആ കോർഡിനേറ്റ്സും കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻ, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും, അതാണ് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസ്, ഇതാണ് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, അതായത് നമ്മൾ അടയാളപ്പെടുത്തുന്ന പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ്സ്, അതാണ് കോഓർഡിനേറ്റ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും, ഇവർ രണ്ടുപേരും കൂടെ ചേരുന്നതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. This Cartesian system we have to use it in geometry is called coordinate geometry. അതായത് ഈ കാർട്ടീഷ്യൻ സിസ്റ്റം, അതായത് കോർഡിനേറ്റ്സ്, അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുപോലെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇതെല്ലാം കൂടെ നമ്മൾ ജോമെട്രിയിൽ അപ്ലൈ ചെയ്യുന്നു. ജോമെട്രിയിൽ അപ്ലൈ ചെയ്യുമ്പം അതിനെ നമ്മൾ വിളിക്കും കോഓർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർട്ടീഷ്യൻ സിസ്റ്റം അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ജോമെട്രിയിൽ യൂസ് ചെയ്യുമ്പം അതിനെ വിളിക്കുന്ന പേരാണ് കോഓർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇതിനെ നമ്മൾ ജോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, അതാണ് കോഓർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നോക്കി, ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല എന്താ നമുക്ക് പഠിക്കണം. Then section formula, then area of triangle. ഇത്രയുമാണ് നമ്മളുടെ ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമ്മൾ ചാപ്റ്ററിലേക്ക് കയറുകയാണ് അല്ലെ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം 9th നമ്മൾ പഠിച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് കയറി. ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, ഏരിയ ഓഫ് triangle. Okay, first നമുക്ക് distance formula എന്താന്ന് നോക്കാം. In this formula we will learn when two points are given with their coordinates, how to find the distance between these two points. അതായത് നമുക്ക് രണ്ട് പോയിന്റ്സ് തരുന്നു, ഈ പോയിന്റ്സിൽ നമുക്ക് കോർഡിനേറ്റ്സും തരും, അതായത് എക്സും വൈയും നമുക്ക് തന്നിരിക്കും. എങ്കിൽ അവയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ ഞാനിപ്പം ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് പി ക്യൂ എന്ന് പറയുന്ന ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട് അല്ലെ. പി എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 y1 ആണ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ x2 y2 ആണ്. ഓക്കെ, നമുക്ക് ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ് അതായത് ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് പി ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പി ക്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മുടെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം. ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക മറന്നു പോകരുത്. അത് എടുക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പോയിന്റ്സ് എടുക്കുന്നത്, അതായത് നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യും, പക്ഷെ ആ പോയിന്റ്സ് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്: root of x2 minus x1 the whole square plus y2 minus y1 the whole square. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: x1 minus x2 the whole square plus y1 minus y2 the whole square. രണ്ട് രീതിയിൽ എഴുതിയാലും ശരിയാണ്. കാരണം നമ്മളിവിടെ x2 minus x1 എടുത്ത് ഒരു മൈനസ് കിട്ടിയാലും നമ്മൾ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയി പോകും അല്ലെ. ഒന്നുകിൽ x1 minus x2 the whole square plus y1 minus y2 the whole square. അപ്പൊ അതിന്റെ റൂട്ട് ഉണ്ട് കേട്ടോ. അതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. അതായത് നമുക്കിത് പറയാം, ഈ x1ഉം x2ഉം അബ്സിസയാണ് അല്ലെ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പം അബ്സിസയുടെ ഡിഫറൻസിന്റെ സ്ക്വയർ പ്ലസ്
ഇത് ഓർഡിനേറ്റ്സ് ആണ്. ഓർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ സം ആണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x1 മൈനസ് റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. അതായത് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ. ഓക്കെ, അതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കിവിടെ പ്രോബ്ലത്തിൽ നമുക്ക് x1 y1 അല്ല, നമുക്കിവിടെ നമ്പേഴ്സ് ആണ് തരിക അല്ലെ. അപ്പൊ അതിനെ നിങ്ങൾ x1 y1 x2 y2 എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ എഴുതി ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. അതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഈ ഡിസ്റ്റൻസ് ഫോർമുല എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. രണ്ട് പോയിന്റ്സുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, രണ്ട് പോയിന്റുകളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. when two points are given with their coordinates, അതായത് രണ്ട് പോയിന്റ്സ് നമുക്ക് തരുന്നു, അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തരുന്നു, then how to find the distance between, അതായത് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് പോയിന്റ്സ് തരും, അതിന്റെ കോർഡിനേറ്റ്സും തരും, ആ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല എന്താന്ന് പഠിക്കണം. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയാലോ ഡിസ്റ്റൻസ് ഫോർമുല എന്താന്നുള്ളത്? ഓക്കെ, ഇപ്പൊ നമ്മള് രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലെ, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച്. ഇനി നമ്മളോട് ചോദിക്കുവാണ്, അതായത് ഒരു ലൈൻ ഉണ്ട്, അത് ഒറിജിനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ് പി എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഓയിലേക്കാണ്. ഇത് ഒറിജിൻ ആണ് അല്ലെ. ഒറിജിനിലെ പോയിന്റ് എന്ന് പറയുന്നത് 0 0 ആണ്. അതായത് ഈ ഒ എന്ന് പറയുന്ന പോയിന്റും പി എന്ന് പറയുന്ന പോയിന്റും ജോയിൻ ചെയ്തു. ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മളിപ്പം ഒരു കോർഡിനേറ്റ് ആക്സിസിൽ നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. പിയുടെ കോർഡിനേറ്റ് എക്സ് വൈ ആന്ന് വിചാരിക്കുക. ഈ പിയും ഒറിജിനും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു. പിയും ഒറിജിനും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ്, അതായത് ഒ പി എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം നോക്കിയാൽ, നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുവാണെങ്കിൽ, ഇത്രയും പോർഷൻ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഒ പി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് ഒ എക്സ് എന്ന് പറയുന്നത് ബേസ് ആണ്, ഇതെന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന പൈതഗോറസ് തിയറം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് ഒ പി ആണ്. ഒ പിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് വൈ ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതിനെ നമ്മൾ ഒ പി കണ്ടുപിടിക്കാൻ, അതായത് ഒരു പോയിന്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സും വൈയും മാത്രം വന്നത് എന്തെന്ന് വെച്ചാല് നമ്മുടെ ഒറിജിൻ അത് 0 0 ആണ് അല്ലെ. അപ്പം എക്സ് 0 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ്, അത് സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വരും അല്ലെ. 0 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ ചെയ്യുമ്പോഴും വൈ സ്ക്വയർ ആണ്. അപ്പൊ പെട്ടെന്ന് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് y square. The distance of the point pxy from the origin 0 0 OP equal to root of x square plus y square. അതായത് ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഒന്നും തപ്പി പോകേണ്ട കാര്യമില്ല.
ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താലും നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്. √(x² + y² എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കൊളീനിയർ പോയിന്റ്സ്. കൊളീനിയർ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കുറച്ച് പോയിന്റ്സ് എടുത്തു, അതൊരു സെയിം ലൈനിൽ തന്നെയാണ് ആ പോയിന്റ്സ് കിടക്കുന്നതെങ്കിൽ അത് കൊളീനിയർ പോയിന്റ്സ് ആണ് എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ if the points A, B, C are collinear if they lie on a same line. അതായത് ഞാനിവിടെ വരച്ചിരിക്കുന്നു ABC എന്ന് പറയുന്ന ഒരു 3 പോയിന്റ്സ് അല്ലെ, അത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ സെയിം ലൈനിലാണ് ഈ 3 പോയിന്റ്സും കിടക്കുന്നത്. എയും ബിയും സിയും ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈനിൽ തന്നെ, ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ABC ആർ കൊളീനിയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നോക്കി ഇവിടെ ഞാൻ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. ABCD 4 പോയിന്റ്സ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എയും ബിയും സിയും ആ സെയിം ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഡി ഔട്ട്സൈഡിലാണ് കിടക്കുന്നത് അല്ലെ. ഡി എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ABCD ഈസ് നോട്ട് കൊളീനിയർ. ABCD എന്ന് പറയുന്ന പോയിന്റ് കൊളീനിയർ അല്ല. എന്താണ് റീസൺ? ഡി എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിന്റെ വെളിയിലാണ്, ഔട്ട്സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ABCD എന്ന് പറയുന്ന പോയിന്റ് കൊളീനിയർ അല്ല. അപ്പം നമ്മളോട് പറയുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ വരയ്ക്കുന്ന ആ സെയിം ലൈനിൽ തന്നെ കിടക്കുവാണെങ്കിൽ അതാണ് കൊളീനിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മളോട് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാം. കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളോട് ഇതൊരു കൊളീനിയർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ AB, അതായത് A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് AB കണ്ടുപിടിക്കും, BC കണ്ടുപിടിക്കും, AC കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കും AB + BC എന്ന് പറഞ്ഞാൽ AC ആണെങ്കിൽ, AB + BC = AC ആണെങ്കിൽ ഇത് കൊളീനിയർ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, എക്സാമിന് ചോദിക്കാം കൊളീനിയർ ആണോ അല്ലയോ എന്ന് ചിലപ്പം ചെക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നമ്മൾ AB + BC, ഇവിടെ എയുടെയും ബിയുടെയും ഇവിടെ കോർഡിനേറ്റ്സ് കാണും. x1 y1, x2 y2, x3 y3 എന്നൊക്കെ നമുക്ക് കോർഡിനേറ്റ്സ് കാണും. അവിടെ പോയിന്റ്സ് തന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ A തൊട്ട് B വരെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും, BC കണ്ടുപിടിക്കും, AC കണ്ടുപിടിക്കും. അന്നേരം നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. AB + BC = AC ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ABC എന്ന് പറയുന്നത് കൊളീനിയർ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുലയിൽ തന്നെ ഉള്ള ഒരു ഇക്വേഷൻ ആണിത്, AB + BC = AC. അതുപോലെ ഒറിജിനും വേറൊരു പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് √(x² + y². ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ജോമെട്രിക്കൽ ഫിഗേഴ്സ്, നമുക്ക് തരുന്ന ജോമെട്രിക്കൽ ഫിഗർ നമുക്ക് തരുന്ന അത് കറക്റ്റ് ആണോ അവർ തന്നിരിക്കുന്നത്, അതായത് ഐസോസിലസ് ട്രയാങ്കിൾ ആണോ, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണോ, സ്കെയിലൻ ആണോ, റൈറ്റ് ട്രയാങ്കിൾ ആണോ, അല്ലെങ്കിൽ സ്ക്വയർ ആണോ, റോംബസ് ആണോ, റെക്ടാങ്കിൾ ആണോ, പാരലാഗ്രം ആണോ ഇത് നമ്മളോട് ചെക്ക് ചെയ്യാൻ ചോദിക്കും. നമുക്കൊരു ഫിഗർ തന്നിട്ട് അത് നമ്മളോട് പറയുകയാണ് അതൊരു ഐസോസിലസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്കെയിലൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിനകത്ത് നമുക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും. നമുക്കിപ്പം ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഈ എയുടെയും ബിയുടെയും അവിടെ നമുക്ക് പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ 2, 3, ചിലപ്പം 4, 5, 3, 7 ഇങ്ങനെയൊക്കെ നമുക്ക് പോയിന്റ്സ് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണോ അല്ലെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണോ എന്നൊക്കെ നമ്മളുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ഐസോസിലസ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ അല്ലെ. എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐസോസിലസ് ട്രയാങ്കിൾ യെസ്, 2 സൈഡ്സ് ഈക്വൽ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ നമ്മളോട് ഇത് ഐസോസിലസ് ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ 3 സൈഡിന്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. AB കണ്ടുപിടിക്കും, BC കണ്ടുപിടിക്കും, AC കണ്ടുപിടിക്കും. എന്നിട്ട് നോക്കും ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിട്ടാണോ വന്നിരിക്കുന്നത്. ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഐസോസിലസ് ആണ്. ഇനി 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്.
മൂന്ന് സൈഡും ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് സ്കെയിലൻ ട്രയാങ്കിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ് അല്ലെ. ഐസോസിലസ് ആണെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആകാം, ഇക്വലാറ്റർ ആണെങ്കിൽ മൂന്ന് സൈഡ്സ് ഈക്വൽ ആകാം, സ്കെയിലൻ ആണെങ്കിൽ ഈ മൂന്ന് സൈഡും ഡിഫറൻ്റ് ആയിരിക്കും. ഇതിന്റെ സൈഡ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാണ് അല്ലെ. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ √(x1 - x2) പ്ലസ് y1 - y2. ഇവിടെ x1ഉം y1ഉം x2ഉം y2 ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷൻ കൊടുത്താണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം ഇത് ഏറ്റവും നീളം കൂടിയ സൈഡാണ് AC എന്ന് പറയുന്നത് അല്ലെ. അപ്പം AB² പ്ലസ് BC² ചെയ്യുമ്പം AC² ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൂന്ന് സൈഡ്സും കണ്ടുപിടിക്കും, അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ട് സൈഡിന്റെ സ്ക്വയറിന്റെ സം ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഇനി സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ ഡയഗണലും ഈക്വൽ ആണ്. അപ്പൊ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തരും, ഇതൊരു സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ABC CD AD കണ്ടുപിടിക്കും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് അതിന്റെ ഡയഗണലും കൂടെ ചെക്ക് ചെയ്യും. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ACയും BDയും ആണ് അല്ലെ. ACയും BDയും ആണ് ഇവിടെ ഡയഗണൽസ് വരുന്നത്. ഇതും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ക്വയർ ആണ്. ഇനി എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതോടൊപ്പം ഡയഗണൽ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഡയഗണൽ ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആയി, ഈക്വൽ അല്ലെങ്കിൽ അത് റോംബസ് ആണ്. റോംബസിന്റെയും എല്ലാ സൈഡ്സ് ഈക്വൽ ആണ്, പക്ഷെ വ്യത്യാസമുള്ളത് ഡയഗണൽസ് ഈക്വൽ അല്ല. ഈ റെക്ടാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതിന്റെ ഡയഗണൽസും ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ABയും CDയും ഈക്വൽ ആയിരിക്കണം, ADയും BCയും ഈക്വൽ ആയിരിക്കണം. അതുപോലെ അതിന്റെ ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ, then that is a rhombus. Then റെക്ടാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ AB = CD, AD = BC, അതുപോലെ അതിന്റെ ഡയഗണൽസും ഈക്വൽ ആണ്, ACയും BDയും ഈക്വൽ ആണെങ്കിൽ അതൊരു റെക്ടാങ്കിൾ ആണ് എന്ന് പറയാം. ഇനി പാരലോഗ്രാം ആണെങ്കിൽ പാരലോഗ്രത്തിന്റെയും റെക്ടാങ്കിളിന്റെ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അവിടെ ഒരു ഡിഫറൻസ് ഉള്ളത്, അവിടെ ഡയഗണൽസ് ഈക്വൽ അല്ല, ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ അതൊരു പാരലോഗ്രാം ആയി. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് നിങ്ങൾക്ക് തരും. അവിടെ നിങ്ങൾ A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് BC AD CD ഇത്രയും കണ്ടുപിടിക്കുക. അതുപോലെ ഡയഗണൽസ് കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് നോക്കുക നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഈ പ്രത്യേകതകളിലുള്ള ഏതെങ്കിലും ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ തന്നിരിക്കുന്ന അതനുസരിച്ച് ഏത് ഫിഗർ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇതിന്റെ പ്രത്യേകതകൾ, ഇതിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, നമ്മളിനി എക്സസൈസ് 7.1 പോവുകയാണ്. നമ്മൾ ആദ്യം കുറെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഇരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. എക്സസൈസ് 7.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പോയിന്റ്സ്. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 2 3 4 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ P എന്ന് പറഞ്ഞാൽ 2 3 ആണ്, Q എന്ന് പറഞ്ഞാൽ 4 1. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് PQന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് P എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം x1 y1, ഇത് x2 y2 ആണ്. ചില കുട്ടികൾ തെറ്റിക്കുന്നത് ഇവിടെയാണ്. അവർ ഈ x1ഉം y1ഉം x2ഉം y2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും അവർക്ക്. അപ്പൊ ആൻസറും തെറ്റിപ്പോകും. ഇവിടെ വേണമെങ്കിൽ x1 y1 എന്ന് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് സ്ക്വയർ എടുക്കും. അപ്പൊ നമുക്ക് തെറ്റിപ്പോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ജസ്റ്റ് അതിന്റെ താഴത്തൊന്ന് എഴുതി ഇട്ടിട്ട്
ആ ഇക്വേഷൻ എഴുതി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കില്ല. അപ്പൊ പല കുട്ടികൾക്കും സംഭവിക്കുന്ന തെറ്റാണ് ഞാൻ ഈ പറയണത്. അപ്പൊ നിങ്ങളിത് ക്ലിയർ ആക്കുക. നിങ്ങൾ ആ തരുന്ന പോയിന്റ്സിന്റെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. ഇത് x1 y1 x2 y2 ഇങ്ങനെയൊന്ന് നമ്മുടെ പോയിന്റിന്റെ അടിയിലൊന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഇക്വേഷൻ PQ ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഇക്വേഷൻ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പിയും ക്യൂവും ആണെന്ന് എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് പി ക്യൂ വേണമെന്നില്ല, എ ബിയോ എക്സ് വൈയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇനി പി ക്യൂ ഞാൻ എടുക്കുകയാണ്. x1 മൈനസ് x2. x1 എന്ന് പറഞ്ഞാൽ എന്റെ 2 ആണ്, x2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം 2 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2. y1 3 ആണ്, y2 1 ആണ്. അപ്പം 3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 മൈനസ് 4. 2 മൈനസ് 4 yes negative 2 in the square plus 3 minus 1 2 in the square. That is equal to root of minus 2 in the square. 2 in the square 4 ആണ്. നെഗറ്റീവ് 2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4 തന്നെ കിട്ടും. പ്ലസ് ഇവിടെ 2 in the square 4. That is equal to നമുക്ക് റൂട്ട് 8 എന്നാണ് കിട്ടുന്നത്. അപ്പൊ 8 എന്ന് പറയുന്ന നമ്പറിന് സ്ക്വയർ റൂട്ട് ഇല്ല അല്ലെ. എന്നാൽ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. 4 2 2 1 അല്ലെ. 8 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 ആണ്. അതിന് നമുക്ക് 2 2-ൽ നിന്ന് ഒരു 2 എടുത്തു. പെയർ ഇല്ലാത്തത് കൊണ്ട് ഒരു 2 നമ്മൾ റൂട്ടിലും കൊടുത്തു. അപ്പൊ നമുക്കിതിനെ 2 root 2 യൂണിറ്റ് എന്ന് എഴുതാൻ പറ്റും. 2 root 2 യൂണിറ്റ്സ് എന്ന ഇതാണ് ഇതിന്റെ ഡിസ്റ്റൻസ്. പി ക്യൂ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 root 2. സിമ്പിൾ ആണ് അല്ലെ. വെറുതെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷനകത്തേക്ക് നമ്മുടെ ഈ വാല്യൂസ് എടുത്ത് എഴുതുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കറക്റ്റ് ആയിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ക്ലിയർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിയാൽ -5 7 -1 3. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിന്റെ താഴത്ത് തന്നെ നിങ്ങളൊന്ന് x1 y1 x2 y2 എന്ന് എഴുതിയേക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ പി, ഇത് ആദ്യത്തെ പോയിന്റ് നമ്മൾ പി എന്നെടുത്ത് പി ഓഫ് -5 7 q ഓഫ് -1 3. നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതി. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 എന്ന് പറഞ്ഞാൽ -5 ആണ്. -5 മൈനസ് നോക്കിക്കേ x2 എന്ന് പറഞ്ഞാലും -1 ആണ്. അപ്പൊ നിങ്ങൾ അതൊന്നും ഒരു ബ്രാക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല. -5 മൈനസ് -1. ഓക്കെ, the whole square. -5 minus -1 the whole square plus y1 7 minus 3 the whole square. ഓക്കെ, ഇത് നോക്കി. ഇത് നമുക്കറിയാം, രണ്ട് നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലസ് ആകും അല്ലെ. അപ്പൊ -5 plus 1 the whole square plus 7 minus 3 the whole square. ഒരു സ്റ്റെപ്പും കൂടെ എഴുതി ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ ആൻസർ തെറ്റരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം, രണ്ട് മൈനസ് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അത് പ്ലസ് ആകുമെന്ന് ഓർത്ത് ചെയ്യുക കേട്ടോ. ഇനി റൂട്ട് ഓഫ് -5 plus 1 രണ്ട് ഡിഫറെന്റ് സൈൻ ആണ്. ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന we have two different signs, negative and positive. So we have to subtract and put the sign of the biggest number. വലിയ നമ്പറിന്റെ സൈൻ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ 5 minus 1 4 ആണ്. 5 വലുതായതുകൊണ്ട് 5ന്റെ സൈൻ നെഗറ്റീവ് കൊടുത്തു. പ്ലസ് 7 minus 3 എന്ന് പറഞ്ഞാലും 4 തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ, -4ന്റെ സ്ക്വയർ 16 ആണ്. പ്ലസ് 16 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 32 എന്ന് കിട്ടി. ഓക്കെ, റൂട്ട് 32 നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാം. 2 16 2 8 2 4 2 2 2 1. രണ്ട് 2-ൽ നിന്ന് ഒരു 2 എടുക്കാം. 2 ഇവിടെ ഒരു 2 കിട്ടി. ഇവിടെ പക്ഷെ 2-ന് പേരില്ലാത്തത് കൊണ്ട് അത് 2 തന്നെ എഴുതി. അപ്പൊ 2 into 2 4 റൂട്ട് 2 യൂണിറ്റ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ തന്നെ തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബി
മൈനസ് എ മൈനസ് ബി, എ ബി മൈനസ് എ മൈനസ് ബി. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ x1 y1 x2 y2 എന്നൊന്ന് എഴുതുക. ഇത് നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് പി ഓഫ് എ ബി എന്നും ക്യൂ ഓഫ് മൈനസ് എ മൈനസ് ബി എന്നും എഴുതാം. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതാം. പി ക്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 the whole square. ഓക്കെ, നോക്കിക്കേ, ഇവിടെ റൂട്ട് ഓഫ് x1 എന്ന് പറഞ്ഞാൽ a മൈനസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് b മൈനസ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു കേട്ടോ. രണ്ട് നെഗറ്റീവ് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്കത് പോസിറ്റീവ് ആക്കാം. റൂട്ട് ഓഫ് എ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് b plus b the whole square, that is equal to a plus a 2a ആണ്, 2a the whole square plus 2b the whole square. Okay, that is equal to, നോക്കിക്കേ, 2a യുടെ സ്ക്വയർ, 2 ന്റെ സ്ക്വയർ 4 ആണ്, 4a സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു 4 കോമൺ ആയിട്ട് എടുക്കാം. രണ്ടിടത്തും ഒരു 4 കോമൺ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 4 into a square plus b square എന്ന് എഴുതാം അല്ലെ. 4ന്റെ സ്ക്വയർ റൂട്ട് ഉണ്ട്, 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പൊ 2 into റൂട്ട് ഓഫ് a square plus b square എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് റൂട്ട് 4ന് നമുക്കറിയാം, റൂട്ട് 4ന്റെ റൂട്ട് 2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 മാത്രം നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ട് 4ന്റെ റൂട്ട് നമുക്ക് 2 എന്ന് എഴുതി, ബാക്കിയുള്ളതിന് സ്ക്വയർ റൂട്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനകത്ത് തന്നെ എടുത്തെഴുതി. ഓക്കെ, ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത് പഠിപ്പിച്ച ഇൻട്രൊഡക്ഷൻ പാർട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് ഈ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.